Hello students, welcome to lesson 5.04 in professional business skills. In this lesson, we'll try to understand how the concept of 4 P's of marketing is related to digital marketing. ഏത് മാർക്കറ്റിംഗ് സ്റ്റുഡൻറ്റിനും അറിയാവുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ അതിന്റെ സവിശേഷതകൾ എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. 4 P'സിൽ ആദ്യത്തേതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ആകാം. സാധാരണഗതിയിൽ പ്രൊഡക്റ്റോ സർവീസോ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്ററുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമർക്ക് കൊടുത്ത് അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയിലായിരിക്കരുത്. പകരം കസ്റ്റമർക്ക് എന്താണ് ആവശ്യം, കസ്റ്റമർക്ക് പൂർത്തീകരിക്കാത്ത എന്ത് നീഡ് അല്ലെങ്കിൽ ഡിമാൻഡ് അല്ലെങ്കിൽ വാണ്ട്, കസ്റ്റമർക്ക് പൂർത്തീകരിക്കപ്പെടാത്ത ആവശ്യം, അഭിലാഷം, ആഗ്രഹം, ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് ആരംഭിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഉൽപ്പന്നം ഉണ്ട്, അതെങ്ങനെയെങ്കിലും വിറ്റ് നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതല്ല പ്രൊഡക്റ്റിന്റെ കൺസെപ്റ്റ് മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ. പകരം നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങൾക്ക് താല്പര്യം എന്താണോ അത് തരാൻ ഞാൻ ശ്രമിക്കുന്നു, അത് തരാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഇതാണ് പ്രൊഡക്റ്റിന്റെ ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. പ്രൊഡക്റ്റിൽ കസ്റ്റമർ എന്തെങ്കിലും ഒരു വാല്യൂ കണ്ടിരിക്കണം, എന്നാലേ പ്രൊഡക്റ്റ് സർവീസ് കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി കസ്റ്റമർ പണം ചെലവാക്കാൻ കസ്റ്റമർ അതിൽ ഒരു മൂല്യം കണ്ടിരിക്കണം. എനിക്ക് സർട്ടൺ സാറ്റിസ്ഫാക്ഷൻ തരുന്നു, എനിക്ക് സർട്ടൺ ഹാപ്പിനെസ് തരുന്നു, അതിന് ഇത്ര പണം മുടക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിനാണ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു പണത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഒരു താല്പര്യത്തിന്റെ, ഒരു സാറ്റിസ്ഫാക്ഷന്റെ, ഒരു സംതൃപ്തിയുടെ ഒരു അളവിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രൊഡക്റ്റ് സിമിലറായ ബാക്കി കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്ട്സ് തരുന്നതിനേക്കാൾ വാല്യൂ, മൂല്യം, ഐതർ പണം കുറവ് കൊടുക്കുന്നതിൽ നിന്ന് കൂടുതൽ മൂല്യം ലഭിക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്ന പണത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മൂല്യം നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസിന് കൊടുക്കാൻ പറ്റിയാൽ കസ്റ്റമർ നിങ്ങളുടെ കൂടെയായി. ഇതാണ് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ ഡിസ്കഷൻ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും റെലവെന്റ് ആണ്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത്, നിങ്ങൾക്ക് മൂല്യം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് സർവീസോ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കൈവശമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാനും കൂടി സാധിക്കണം. അത് കസ്റ്റമറുടെ പക്കലേക്ക് എത്തിക്കാനുള്ള സംവിധാനം, അത് സ്റ്റോർ ചെയ്ത് എത്തിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പിന്നീട് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ മൂലം കസ്റ്റമർക്ക് ആ വാല്യൂ റിയലൈസ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിലെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായാൽ മാത്രം പോരാ, ആ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് സ്റ്റോർ ചെയ്ത് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ ആയിരിക്കണം. അതായത് പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സിൽ അതിന്റെ സ്റ്റോറേജും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കേപ്പബിലിറ്റിയും കൂടെ പെടണം. ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ ആ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാനോ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഓൺലൈൻ ഓഡിയൻസിന് അപ്രോപ്രിയേറ്റ് ആയ പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങളുടേത്. ഓൺലൈൻ ഓഡിയൻസിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. ഫോർ ഇൻസ്റ്റൻസ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, മരുന്നുകൾ നമുക്ക് ഓൺലൈനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. അതുപോലെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രോസൺ പ്രൊഡക്ട്സ്, നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഫ്രോസൺ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, പക്ഷെ ഒരു പരിധിയിൽ കൂടുതലുള്ള ഡിസ്റ്റൻസുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഓൺലൈൻ ഓഡിയൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. മരുന്നുകൾ നിങ്ങൾക്ക് ഓൺലൈൻ ഓഡിയൻസിന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കസ്റ്റമറുടെ പ്രായം, കസ്റ്റമറുടെ വെയിറ്റ്, കസ്റ്റമറുടെ ഒരു ഡോക്ടർക്ക് മാത്രം ഡയഗ്നോസ് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന കണ്ടീഷൻസിന് അനുസൃതമായ മരുന്നുകൾ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ ഐസ്ക്രീമുകളോ പെട്ടെന്ന് മെൽറ്റ് ആകുന്ന രീതിയിലുള്ള ചോക്ലേറ്റുകളോ ഒന്നും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഓഡിയൻസിന് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഓൺലൈൻ ഓഡിയൻസിന് അവർ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഡെലിവറി ചെയ്ത് വരുമ്പോൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് മുൻപ് പറഞ്ഞ പോയിന്റും കൂടി, നിങ്ങൾക്ക് കസ്റ്റമർക്ക് സ്റ്റോറേജും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം കൂടെ നിലവിലുണ്ടായിരിക്കണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഓഡിയൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം, സർവീസസ് ആയിരിക്കണം നിങ്ങളുടെ. അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിന് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കുന്നതും കസ്റ്റമർ കൊടുക്കാൻ തയ്യാറാകുന്നതുമായ വിലയ്ക്കാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. കസ്റ്റമർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കണം, കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. എനിക്ക് താല്പര്യമുണ്ട് പ്രൊഡക്റ്റിൽ, പക്ഷെ എനിക്ക് അതിന്റെ പണം കൊടുക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ കപ്പാസിറ്റിക്ക് മുകളിലാണ്. എനിക്ക് കൊടുക്കാൻ ഉള്ള കഴിവുണ്ട്,
പക്ഷേ എനിക്ക് ആ ഉൽപ്പന്നത്തിന് ഈ പ്രൈസ് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമർക്ക് കൊടുക്കാനുള്ള താല്പര്യവും കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കഴിവിനെയും ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് പ്രൈസ്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് കസ്റ്റമർക്ക് പണം കൊടുക്കാൻ താല്പര്യവും അതിന് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കഴിവും ഒരുമിച്ച് വരുമ്പോഴാണ് പ്രൈസ് എന്ന് പറയുന്ന ഒരു വസ്തുത നമ്മൾക്ക് കസ്റ്റമർക്ക് അപ്പീലിംഗ് ആവുന്നത്. കസ്റ്റമർ പ്രൈസ് ചെലവാക്കുന്നതിന് മുൻപ് കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ഒരു ബ്രാൻഡിന് അത്ര പ്രൈസ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കും. ഒരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സിന് ആ പ്രൈസ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കും. ബാക്കിയുള്ളവർ ഈ പ്രൊഡക്റ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു, റേറ്റിംഗ്സ് ഓൺലൈനിലെ റേറ്റിംഗ്സ് വളരെ സർവ്വസാധാരണമാണ്. 4 സ്റ്റാർ റേറ്റിംഗ്, 3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം റേറ്റിംഗുകൾക്ക് കസ്റ്റമർ ആ പ്രൈസ് കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ കസ്റ്റമർ ചിന്തിക്കും. കസ്റ്റമർക്ക് വേണ്ട ഉപയോഗത്തിന് ആ പ്രൈസ് കൊടുക്കുന്നു എന്നുള്ളതിന് ഒപ്പം തന്നെ കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ബ്രാൻഡിന് ആ പ്രൈസ് കൊടുക്കേണ്ടതുണ്ടോ, കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സിന് ആ പ്രൈസ് കൊടുക്കേണ്ടതുണ്ടോ, മറ്റുള്ളവർ എങ്ങനെ ആ പ്രൊഡക്റ്റിനെ റേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് ഞാൻ ഈ പ്രൈസ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചിന്തിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിലാകട്ടെ പ്രൈസിനെ കുറിച്ച് കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് കൂടുതലാണ്. പലപ്പോഴും പ്രൈസ് കുറവ് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നു. കാരണം അഡ്വർടൈസിംഗ് ഇല്ല, അതുപോലെ സ്റ്റോറേജ് ഓവർഹെഡ്സ്, ഇങ്ങനെ ചില കാര്യങ്ങൾ, ഇടയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളില്ല. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ട് പ്രൈസ് കുറവ് പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ സീസണൽ ഡിസ്കൗണ്ട്സ്, ഫെസ്റ്റീവ് സീസണിലോ, അതുപോലെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓഫേഴ്സ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങി നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിലേക്ക് 20 പോയിന്റ്സ് ആഡ് ചെയ്യുന്നു. നിങ്ങൾ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ മറ്റൊരു ഉൽപ്പന്നത്തിൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നു. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, കൂടെ നിന്ന് മാർക്കറ്റിംഗ് നടത്തുന്നത്. ഇത്തരം സംവിധാനങ്ങളും കൂടെ കസ്റ്റമേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രൈസുമായി ബന്ധപ്പെട്ട്. മറ്റത് അടുത്ത പോയിന്റ് വരുന്നത് പ്ലേസ് ആണ്. 4 P'സിൽ മൂന്നാമത്തെ P എന്ന് പറയുന്നത് പ്ലേസ് ആണ്. പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് കസ്റ്റമർക്ക് ഉൽപ്പന്നം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നിങ്ങളുടെ കൈവശമുണ്ട്. സാധാരണഗതിയിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. അതായത് കസ്റ്റമർക്ക് ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം കസ്റ്റമറുടെ പ്ലേസിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നം, ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, പ്രൈസും റെഡിയാണ്, പക്ഷെ കസ്റ്റമർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഉൽപ്പന്നം ഫെയിലിയറായി മാറുകയാണ്. ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, നല്ല പ്രൈസാണ്, പക്ഷേ പ്രസ്തുത പ്രൈസിന് പ്രസ്തുത ഫീച്ചേഴ്സ് ഉള്ള ഉൽപ്പന്നം ഇരിഞ്ഞാലക്കുടയിൽ ലഭ്യമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഉപേക്ഷിച്ച് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകുന്നു. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഈവൻ കൊമേഴ്സിൽ പോലും നമുക്ക് നോക്കിയാൽ അറിയാം, പലപ്പോഴും നമ്മളുടെ കാലിന്റെ സൈസിന് അനുസൃതമായ പ്രൊഡക്റ്റാണ്, പ്രൈസും നമ്മൾ ഉദ്ദേശിക്കുന്നതിനാണ്, പക്ഷെ പിൻകോഡ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിവിടെ സർവീസ് ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പിൻകോഡിൽ സർവീസ് ഉള്ള അടുത്ത ഓപ്പറേറ്ററുടെ അടുത്തേക്ക് പോകുന്നു, അടുത്ത കൊമേഴ്സ് സൈറ്റിലേക്ക് പോകുന്നു. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും ഇത് തന്നെയാണ് അവസ്ഥ. ഗ്രേറ്റ് പ്രൊഡക്ട്സ് ആണ്, അട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്, പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞേ കിട്ടുന്നുള്ളൂ, എനിക്ക് അടുത്ത ആഴ്ച കല്യാണത്തിന് പോകുമ്പോഴാനുള്ളതാണ്, 3 ആഴ്ച കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? കസ്റ്റമർ ഉടനെ അടുത്ത ഓപ്ഷൻ നോക്കുകയെ. അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കസ്റ്റമർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കസ്റ്റമർക്ക് കിട്ടും. ഒരു ഷോപ്പിലാണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഷോപ്പിലെ സെയിൽസ് പേഴ്സൺ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുന്നു. പ്രൊഡക്റ്റ് പിടിച്ചു നോക്കാൻ സാധിക്കുന്നു, അവർക്ക് നമുക്ക് തൂക്കി നോക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസിബിൾ ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ. അതേസമയം ഡിജിറ്റൽ മാർക്കറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കണം. കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ഡീറ്റെയിലിംഗ് കസ്റ്റമർക്ക് റീറ്റെയിലറുടെ എൻഡിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ കസ്റ്റമർക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കണം. സർവ്വ ഡീറ്റെയിൽ അതിൽ ചോയ്സസ് കസ്റ്റമർക്ക് ഉണ്ടായിരിക്കണം, സൈസിന്റെ ചോയ്സസ്. കടയിൽ ചെന്നാൽ നമുക്കറിയാം അല്ലേ, നമ്മളൊരു ഫുട്വെയർ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 4 ഫുട്വെയർ ഇട്ട് നോക്കാം നമുക്ക് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നൊക്കെ. ഇതേ സംഗതി തന്നെ ഓൺലൈനിൽ വരുമ്പോൾ വേരിയസ് സൈസസ്, നമ്മൾക്ക് മനസ്സിലുള്ള സൈസസ് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അത് അവൈലബിൾ അല്ലെങ്കിൽ കസ്റ്റമർ അടുത്ത ചോയ്സിലേക്ക് പോവുകയാണ്, അടുത്ത ഓപ്പറേറ്ററിലേക്ക് പോവുകയാണ്. അപ്പൊ കസ്റ്റമർക്ക് വേണ്ട സർവ്വ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. കസ്റ്റമർക്ക് ചോയ്സസ് ഓഫ് സൈസസ്, ഫീച്ചേഴ്സ് കസ്റ്റമർക്ക് ഉണ്ടായിരിക്കണം. ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം കസ്റ്റമർക്ക് അവൈലബിൾ ആയിരിക്കും. ഡീറ്റെയിലിംഗ് അവൈലബിൾ ആക്കുന്നത് സാധാരണഗതിയിൽ ഒരു റീറ്റെയിലറുടെ എൻഡിലാണ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗിലാണ്. കുറെ കൂടി ടച്ച് ആൻഡ് ഫീൽ പ്രൊഡക്ട്സിനെല്ലാം റീറ്റെയിലറുടെ എൻഡിലാണ് ഇത്തരം ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പൊ ഇത്തരം ഡീറ്റെയിൽസ് ഓൺലൈനിൽ കസ്റ്റമർക്ക് അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഓർഡർ കൊടുക്കുക, പേയ്മെന്റ്സ് കൊടുക്കുക, പ്രൊഡക്റ്റിന്റെ ഡെലിവറി റിസീവ് ചെയ്യുക, ഇതൊന്നും കസ്റ്റമർക്ക് തലവേദനയാകരുത്. പേയ്മെന്റ് അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പേയ്മെന്റ് പോകുന്നുണ്ട്, കൺഫർമേഷൻ കിട്ടുന്നില്ല. ഡെലിവറി കിട്ടണമെങ്കിൽ അവർക്ക് തോന്നിയ സമയത്ത് ഡെലിവറി കൊണ്ടുവരും. 10 തവണ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾ ഫ്രീ അല്ലാത്ത ടൈമിൽ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒന്നും കസ്റ്റമർ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടരുത്. ഓർഡർ പ്ലേസ് ചെയ്യുക, ഓർഡർ സ്വീകരിക്കുക, പേയ്മെന്റ് നടത്തുക, ഇതെല്ലാം നമ്മൾ
ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ കസ്റ്റമർ നേരിട്ട് ഡിജിറ്റലിയാണ് ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓർഡർ പ്ലേസ് ചെയ്യുന്നു, പേയ്മെന്റ് അടയ്ക്കാൻ നോക്കുന്നു, ഡെലിവറി സ്വീകരിക്കാൻ നോക്കുന്നു. കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കണം. അടുത്തത് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു അവയർനെസ് കസ്റ്റമറുടെ മനസ്സിലുണ്ടാക്കുക, നമ്മുടെ പ്രൊഡക്റ്റ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കസ്റ്റമറുടെ ഉള്ളിൽ ഒരു അവബോധം സൃഷ്ടിക്കുക, കസ്റ്റമർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. അങ്ങനെ കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യമുണ്ട് എന്നൊരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുക. ഇതിനാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് കൂടുതലും കമ്മ്യൂണിക്കേഷനാണ് വരുന്നത് ഇവിടെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ പല രീതിയിൽ, എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. അഡ്വർടൈസിംഗ് ഉണ്ട്, അതുകൂടാതെ പേഴ്സണൽ സെല്ലിങ്ങിലൂടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ, നേരിട്ട് ഫീൽഡ് സെയിൽസ് പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നു, അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ പബ്ലിക് റിലേഷൻസ്, നിങ്ങൾ പൊതുജനങ്ങളായിട്ട് പൊതുവെ ഇടപഴകുന്നതിലൂടെ ഒരു ഇമേജ് നിങ്ങളുടെ കമ്പനിക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സ്പോൺസർഷിപ്പുകളിലൂടെയും ചില ചടങ്ങുകൾക്ക് നിങ്ങൾ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതിലൂടെ ഒക്കെ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചൊരു പോസിറ്റീവ് ഇമേജ്, പൊതുജനവുമായിട്ടൊരു ഇടപഴകുന്നതിലൂടെ നിങ്ങളൊരു ഇമേജസ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് പബ്ലിക് റിലേഷൻസിലൂടെ വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമറുടെ മൈൻഡിൽ ഒരു നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്തരം പ്രൊമോഷൻസ്, അത് അഡ്വർടൈസിംഗ് ആയാലും പേഴ്സണൽ സെല്ലിങ്ങിലൂടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ആയാലും പബ്ലിക് റിലേഷൻസ് ആയാലും കസ്റ്റമറായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദീർഘകാല ബന്ധങ്ങൾ എപ്പോഴും, കസ്റ്റമറായിട്ടുള്ള ദീർഘകാല ബന്ധങ്ങൾ സാറ്റിസ്ഫാക്ടറി ആകുമ്പോൾ എപ്പോഴും അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രൊമോഷൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ഓവർലോഡ്. നമ്മൾ ഇതിന് മുൻപ് ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പഠിച്ചു റെലവൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ റിലവൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. കസ്റ്റമർക്ക് ഉചിതമായിട്ട്, പ്രസക്തമായിട്ട്, കസ്റ്റമർക്ക് പ്രസക്തമാണ്, കസ്റ്റമർക്ക് റെലവൻ്റ് ആയിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എൻഗേജിങ് ആയിരിക്കണം, കസ്റ്റമർക്ക് താല്പര്യം തോന്നണം, കസ്റ്റമർക്ക് ഇതിൽ അട്രാക്ഷൻ തോന്നണം, കസ്റ്റമർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഇത് ഒഴിവാക്കാൻ പറ്റാത്ത വിധം ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഇത്ര അധികം ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുകയും കസ്റ്റമറെ ആകർഷിക്കുകയും കസ്റ്റമർക്ക് അതിനോട് താല്പര്യം തോന്നി നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതാണ് 4 പീസ്. സാധാരണഗതിയിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിലുള്ള പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്ന് പറയുന്ന 4 പീസും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇവ എങ്ങനെയാണ് ഉരുത്തിരിയുന്നതെന്നുള്ള ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് ലെസൺ 5.5 മനസ്സിലാക്കും. Until we meet up for that, goodbye and thanks.